എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് നേടാൻ കഴിയാത്തത് 21% വിദ്യാർത്ഥികൾക്കെന്ന് കണക്കുകൾ. നാളെ മുതൽ 24 വരെ ഇവർക്ക് അധിക പിന്തുണ ക്ലാസുകൾ നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. 3.9 ലക്ഷം വിദ്യാർത്ഥികളിൽ ഒരു വിഷയത്തിലെങ്കിലും പരാജയപ്പെട്ടത് 86,309 കുട്ടികളാണ്. 5,516 കുട്ടികൾ ഒരു വിഷയത്തിന് പോലും മിനിമം മാർക്ക് നേടിയില്ല. ഗോപാൽ ഷീല സനൽ ചേരുന്നു. ഗോപാല, ഇത് ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന കണക്ക് കൂടിയാണ്. കാരണം നമുക്കറിയാം, നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 10ാം ക്ലാസ്സിലെ പരീക്ഷ ഉൾപ്പെടെ ഏത് തരത്തിലാണ് പാസ്സായതെന്നും കുട്ടികൾ എത്രത്തോളം സമ്മർദ്ദം അത് കാരണമൊക്കെ അനുഭവിച്ചിരുന്നു എന്നുള്ളതുമൊക്കെ നമ്മൾ, അതായത് അവരുടെ ഫ്യൂച്ചർ സ്റ്റഡീസിലൊക്കെ ആ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു കണക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഈ കണക്ക് വെളിപ്പെടുത്തിയത്? ഇതിൽ എന്ത് പരിഹാരമാണ് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തുക? തന്നെയാ ഈ കണക്കുകൾ വെളിപ്പെടുത്തുന്നത് കാരണം ഈ വർഷം മുതൽ മിനിമം മാർക്ക് എന്നൊരു പ്രത്യേക സംവിധാന രീതി 8ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്നു. ആ മിനിമം മാർക്ക് രീതി കൃത്യമായി തന്നെ നടപ്പിലാക്കി അതിൻ്റെ പരീക്ഷകൾ നടത്തി അതിനുശേഷമുള്ള അതിൻ്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഫലപ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ഓരോ വിദ്യാർത്ഥികൾ, അതായത് ഓരോ വിഷയത്തിനും എത്ര വിദ്യാർത്ഥികൾ മിനിമം മാർക്ക് നേടാൻ സാധിക്കാത്തവരുണ്ട് എന്ന തരത്തിലുള്ള വിശദമായ കണക്ക് പുറത്തിറക്കുമെന്ന് നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. മിനിമം മാർക്കുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം 21% വിദ്യാർത്ഥികൾ, പരീക്ഷ എഴുതിയവരിൽ 21% വിദ്യാർത്ഥികൾ മിനിമം ഒരു വിഷയത്തിനെങ്കിലും ഈ മിനിമം മാർക്ക് നേടാൻ സാധിക്കാത്തവരാണ് എന്നുള്ളതാണ്. അതായത് 3,90,8,181 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ അതിൽ 86,309 കുട്ടികൾ ഒരു വിഷയത്തിനെങ്കിലും 30% എന്ന മിനിമം മാർക്ക് കടക്കാൻ കഴിയാത്തവരാണ്. അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്നത് ഇത്രയും വിദ്യാർത്ഥികൾ, ഏകദേശം 5,516 വിദ്യാർത്ഥികൾ ഒരു വിഷയത്തിന് പോലും ഇ ഗ്രേഡിന് മുകളിലേക്ക് നേടാൻ സാധിച്ചില്ല. അതായത് മിനിമം മാർക്ക് നേടി അടുത്ത ഘട്ടത്തിലേക്ക് ജയിച്ച് മുന്നേറാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവരുടെ എണ്ണം കൃത്യമായി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. 5,516 പേർ അങ്ങനെ ഈ മേഖലയിൽ 8ാം ക്ലാസ്സിൽ സ്കൂളിന്റെ മികവ് കാണിക്കാൻ വേണ്ടി സ്കൂളുകൾക്ക് ഇനി വെറുതെ കുട്ടികളെ പാസ്സാക്കി വിടാൻ സാധിക്കില്ല എന്നല്ലേ? അത് തീർച്ചയായിട്ടും. കാരണം വിദ്യാഭ്യാസ മന്ത്രി ഈ പുതിയ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇക്കാര്യം അറിയിച്ചിരുന്നു. കാരണം ഈ വർഷം മുതൽ 8ാം ക്ലാസ്സിൽ, അടുത്ത വർഷം 8ലും 9ലും, അതിനടുത്ത വർഷം ഹൈസ്കൂളിലെ എല്ലാ ക്ലാസ്സുകളിലും മിനിമം മാർക്ക്, അതായത് കൃത്യമായി പരീക്ഷ എഴുതുന്നതിൻ്റെ 30%, എഴുത്തു പരീക്ഷയുടെ 30% ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരീക്ഷയിൽ പാസ്സാവുകയുള്ളൂ, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ ഈ മിനിമം മാർക്ക് നേടാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് ആ വിദ്യാർത്ഥികളുടെ പഠന പിന്തുണ ക്ലാസുകൾ എന്ന സംവിധാനം ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ നാളെ മുതൽ, ഇന്ന് വൈകുന്നേരത്തിനകം, ഇന്നത്തെ 5 മണിക്ക് മുൻപായി തന്നെ എല്ലാ വിദ്യാർത്ഥികളും, ഏതൊക്കെ വിദ്യാർത്ഥികൾ മിനിമം മാർക്ക് നേടാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം അതാത് രക്ഷകർത്താക്കളെ സർക്കാർ ബോധ്യപ്പെടുത്തും, അധ്യാപകർ മുഖേന ബോധ്യപ്പെടുത്തും. അതിനുശേഷം നാളെ മുതൽ 24ാം തീയതി വരെ പഠന പിന്തുണ ക്ലാസുകളാണ്. ഏതൊക്കെ വിഷയത്തിലാണ് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ 2 വിഷയത്തിൽ മിനിമം മാർക്ക് നേടാൻ സാധിച്ചില്ലെങ്കിൽ ആ 2 വിഷയത്തിൻ്റെയും പ്രത്യേക ക്ലാസുകൾ, പിന്തുണ ക്ലാസുകളായി നാളെ മുതൽ 24ാം തീയതി വരെയുള്ള തീയതികളിൽ രാവിലെ 9:30 മുതൽ 12:30 വരെ നടത്തും. 25 മുതൽ 28 വരെ തീയതികളിൽ ഇവർക്ക് 2ാം ഘട്ടം, അതായത് ഈ പരാജയപ്പെട്ട വിഷയങ്ങളിലെ മാത്രം പരീക്ഷകൾ വീണ്ടും ഒരിക്കൽ കൂടി 8ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തും. 30ാം തീയതി, ഏപ്രിൽ 30ാം തീയതി ഇവരുടെ ഫലപ്രഖ്യാപനം നടത്തും. ആ ഫലപ്രഖ്യാപനം നടത്തിയതിനു ശേഷമാകും വീണ്ടും ഒരു തരത്തിലുള്ള അനാലിസിസ്, എങ്ങനെയാണ് ഈ പഠന പിന്തുണ ക്ലാസുകൾ എത്രത്തോളം ഫലപ്രദമായിട്ടുണ്ട്, അതിൽ എത്രത്തോളം മെച്ചമുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിലൊക്കെ പരിശോധിക്കും.